ഹായ് ഗൈസ്, വെൽക്കം ടു അൺഫിൽട്രേറ്റ് ട്രാക്സ്. ഇന്നലെ രാത്രി നമ്മൾ എന്താണ് കണ്ടത്? അർജന്റീന വേഴ്സസ് ഈജിപ്റ്റ്. സോഷ്യൽ മീഡിയ ഫുൾ ഇപ്പോൾ ഒരേ ഒരു കരച്ചിലാണ്. റെഫറി വന്ന് അർജന്റീനയെ രക്ഷിച്ചു, ഈജിപ്തിനെ റോപ്പ് ചെയ്തു. എന്നാൽ ശരിക്കും റെഫറി വന്ന് അർജന്റീനയ്ക്ക് പായസം ഉണ്ടാക്കി കൊടുത്തു, അതോ ഈജിപ്തിന് സ്വന്തം കാലിൽ കോടാലി വെച്ചിട്ടാണ് ഫൈറ്റ് ചെയ്യുന്നത്? ലെറ്റ് ഇറ്റ് ബ്രേക്ക് ഈസ് ഡൗൺ. അർജന്റീന ഫാൻസ് പറയുന്നത് പോലെ ഇത് ഗ്രേറ്റസ്റ്റ് കംബാക്ക് ആണോ, അതോ ആന്റി ഫാൻസ് പറയുന്നത് പോലെ റിഗ് വേൾഡ് കപ്പ് ആണോ? കളി ലൈവ് കണ്ട എന്റെ ഉറക്കം പോയി നിങ്ങളെല്ലാരെയും പോലെ. നിങ്ങൾക്ക് വേണ്ടി നമുക്ക് ഇന്ന് എനിക്കറിയാവുന്ന രീതിയിലുള്ള കംപ്ലീറ്റ് ജാതകം നമുക്കൊന്ന് എടുത്തു നോക്കാം. വെൽക്കം ടു ദ വീഡിയോ. മാച്ച് സ്റ്റാർട്ട് ചെയ്തപ്പോൾ തന്നെ അർജന്റീനിയൻ ഡിഫൻസ് ഫുൾ ഉറക്കത്തിലായിരുന്നു. 15-ാം മിനിറ്റിൽ യാസർ ഇബ്രാഹിം വന്ന് ഒരു ബുള്ളറ്റ് ഹെഡറിലൂടെ അർജന്റീനയ്ക്ക് നെറ്റ് അങ്ങ് കുലുക്കി. ഈജിപ്റ്റ് 1-0 ലീഡ്. ഓക്കെ, അതൊരു വേക്കപ്പ് കോൾ ആണെന്ന് കരുതി അർജന്റീനിയൻ ഡിഫൻസ് അറ്റാക്ക് തുടങ്ങി. 20-ാം മിനിറ്റിൽ വരുന്നു അർജന്റീനയ്ക്ക് ഒരു പെനാൽറ്റി സ്പോട്ടിലേക്ക് വന്നതാരാണ്? സാക്ഷാൽ ലയണൽ മെസ്സി, വേൾഡ് കപ്പിലെ ഗോൾ. നമ്മളെല്ലാം ഉറപ്പിച്ചു ഗോൾ, പക്ഷേ സീൻ മാറി മറിഞ്ഞു. ഈജിപ്ഷ്യൻ ഗോൾ കീപ്പർ മുസ്തഫ ഷൊബൈർ ഗോൾ മോഡിലായിരുന്നു. മെസ്സിയുടെ കിക്ക് അവൻ അനാശ്വാസമായി സേവ് ചെയ്തു. മെസ്സി ഫാൻസ് ഫുൾ അപ്പോൾ തന്നെ കൊമ്മയിലേക്ക് പോയി. അർജന്റീനയുടെ കളി കണ്ട് ബ്രോ തിങ്സ് ഹീസ് കുക്കിംഗ് ബട്ട് ഹീസ് ബേണിംഗ് ദ കിച്ചൺ എന്ന അവസ്ഥയിലായിരുന്നു. ഇത് കഴിഞ്ഞ് സെക്കൻഡ് ഹാഫിൽ 67-ാം മിനിറ്റിൽ മുസ്തഫ സീക്കോ വന്ന് ഒരു ക്ലിനിക്കൽ ഫിനിഷിലൂടെ ഈജിപ്തിന്റെ 2ാം ഗോളും നേടി. അതോടെ സ്കോർ ബോർഡിൽ ഈജിപ്റ്റ് 2, അർജന്റീന. ഇനി നമുക്ക് മെയിൻ ആയിട്ടുള്ള വിവാദത്തിലേക്ക് വരാം. 2-0 നിൽക്കുമ്പോൾ ഈജിപ്തിന്റെ 3ാമതും അർജന്റീനയുടെ വല കുലുക്കി. ആ ഗോൾ കൂടി വീണിരുന്നെങ്കിൽ അർജന്റീന പാക്ക് ചെയ്ത നാട്ടിലേക്ക് പോകേണ്ടി വന്നേനെ. കളി കണ്ടവർ ഫുൾ കരുതി ഈജിപ്റ്റ് മാച്ച് തീർന്നു എന്ന്. പക്ഷേ അവിടേക്കാണ് നമ്മുടെ നായകൻ വാർ വരുന്നത്. റഫറി സ്ക്രീനിൽ നോക്കി ആ ഗോൾ ഓഫ് സൈഡ് ആണെന്ന് വിസിലടിച്ചു. സോഷ്യൽ മീഡിയയിൽ ഈജിപ്റ്റ് ഫാൻസ് അപ്പോൾ കരയുന്നുണ്ടായിരുന്നു. ഈ ഒരൊറ്റ തീരുമാനത്തിന്റെ പേരിലാണ്. പക്ഷേ റിയാലിറ്റി ചെക്ക്. റഫറി അവരുടെ അർജന്റീനയുടെ പ്രേമം കൊണ്ട് മാത്രമല്ല ഗോൾ ക്യാൻസൽ ചെയ്തിട്ടുള്ളത്. അത് പക്ക ക്ലിയർ ഓഫ് സൈഡ് ആയിരുന്നു. നിയമം നോക്കിയാൽ അത് ഗോളല്ല. 75 മിനിറ്റ് വരെ അർജന്റീനിയൻ ഫാൻസ് സൈലന്റ് മോഡിലായിരുന്നു. കളി തീരാൻ വെറും 11 മിനിറ്റ് ബാക്കി. അവിടെയാണ് അർജന്റീന അവരുടെ ലാറ്റിൻ അമേരിക്കൻ മാജിക് പുറത്തെടുക്കുന്നത്. 79-ാം മിനിറ്റിൽ റോക്ക് ഡിഫൻഡർ ക്രിസ്ത്യൻ റൊമേറോ വന്ന് ഒരു അഗ്രസീവ് ഹെഡറിലൂടെ ആദ്യ ഗോൾ മടക്കി. സ്കോർ 2-1. അർജന്റീനൻ ക്യാമ്പയിൻ ചെറിയൊരു ജീവൻ വെച്ചു. 83-ാം മിനിറ്റിൽ ഈജിപ്ഷ്യൻ ഡിഫൻസ് ആകെ പ്രഷറിലായി. പന്ത് ബോക്സിന് തൊട്ടുപുറത്ത് മെസ്സിയുടെ മാന്ത്രിക ഇടക്കാലിലേക്ക്. കീപ്പർ നോക്കി നിൽക്കാൻ മാത്രമേ കഴിഞ്ഞുള്ളൂ. മെസ്സി തന്റെ ലോകകപ്പ് കരിയറിലെ 21ാമത്തെ ഗോൾ അടിച്ച് കളി 2-2 ആക്കി. 90+3 മിനിറ്റിൽ ഇത് എക്സ്ട്രാ ടൈമിലേക്ക് പോകുമെന്നാണ് എല്ലാവരും വിചാരിച്ചത്. പക്ഷേ എൻസോ ഫെർണാണ്ടസ് ഹാഡ് അതർ പ്ലാൻ. ഒരു തകർപ്പൻ അറ്റാക്കിൽ നിന്നും എൻസോ വന്ന് അർജന്റീനയുടെ വിങ്ങിൽ നിന്നും ഗോൾ അടിച്ചു കയറ്റി. സ്റ്റേഡിയം ഫുൾ പൊട്ടിത്തെറിച്ചു. ഗൈസ്, 30 മിനിറ്റ്സിനുള്ളിൽ 3 ഗോൾസ്. അർജന്റീന കളി 3-2 ഇപ്പോൾ അതാണ് റിയൽ സ്റ്റോറി. ഈജിപ്റ്റ് ഭൂരിഭാഗവും സമയം മാസ്റ്റർ ക്ലാസ് ഗെയിമാണ് കളിച്ചത്. അവർക്ക് തോൽക്കേണ്ട കളിയേ ആയിരുന്നില്ല. പക്ഷേ കളി തീരുന്നതുവരെ ആ വിന്നിംഗ് മെന്റാലിറ്റി കാത്തുസൂക്ഷിക്കാൻ അവർക്ക് കഴിഞ്ഞില്ല. അർജന്റീന അവസാന 15 മിനിറ്റ് കളം നിറഞ്ഞു കളിച്ചു. അവർ അവസരങ്ങൾ മുതലാക്കി ജയം ആഘോഷിച്ചു. റഫറിയുടെ സഹായം എന്ന് പറഞ്ഞ് കരയുന്നവർക്ക് യാതൊരു കാര്യവുമില്ല. നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത്? അർജന്റീന ഭാഗ്യം കൊണ്ട് രക്ഷപ്പെട്ടതാണോ, അതോ ഈജിപ്റ്റ് കളി കൈവിട്ടതാണോ? നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഇപ്പോൾ തന്നെ താഴെ വന്ന് കമന്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അടുത്ത മാച്ച് അനാലിസിസുമായി വീണ്ടും കാണാം.